ക്രിയാത്മകത. ക്രിയാമത്തലയൊന്നുമല്ല, ഇത് മുതലയും മതലയൊന്നുമല്ല. ഓക്കെ, സോ വീണേനെ, ഇപ്പൊ വീണേനെ. ഷീ വുഡ് ഹാവ് ഫോളൻ. എനിക്ക് ചായയോ കോഫിയോ കറക്റ്റ്. അപ്പോൾ അതിനാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം ഈതർ ഓർ, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. അടിപൊളി സാധനമാണ് ഇത് പഠിച്ചാൽ. ദിസ് ഈസ് നോട്ട് ദാറ്റ് അടി, ദിസ് ഈസ് അടിപൊളി മീൻസ് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, എന്തോ ഷെയർ ചെയ്യാം, എല്ലാം ചെയ്യണം കേട്ടോ. കേട്ടോ കേട്ടോ വേണ്ട. അപ്പോൾ ഈ സംഭവമാണ് കോറിലേറ്റീവ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ വരും അതിൻ്റെ അകത്തിൽ. നമ്മളൊരു ജംഗ്ഷൻ, രണ്ട് കണക്ഷൻ അവിടെ വരും. ഈതർ ഓർ, നീതർ നോർ, ബോത്ത് ഹാൻഡ്. ഷീ ഈസ് ബോത്ത് ബ്യൂട്ടിഫുൾ ആൻഡ് വേറൊരു വാക്കോട്ട് നമുക്ക് ചേർക്കാം, ക്രിയേറ്റീവ്. ഷീ ഈസ് ബോത്ത് ബ്യൂട്ടിഫുൾ ആൻഡ് ക്രിയേറ്റീവ്. കണ്ടോ, ബോത്ത്. I think within a week we can eat. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺജങ്ഷനാണ്. അപ്പം പലതരത്തിലുള്ള കൺജങ്ഷൻ ഉണ്ട്. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി സാധനമാണ്. നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പം കൺജങ്ഷൻ ഉപയോഗിക്കാറുണ്ട്. ഈ ജംഗ്ഷൻ എന്ന് പറയുന്ന പോലെ രണ്ട് കാര്യങ്ങൾ ചേരുന്നിടത്ത് ഉപയോഗിക്കുന്ന സാധനമാണ് കൺജങ്ഷൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എക്സാമ്പിൾ പലതരത്തിലുള്ള കൺജങ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് മെയിനായിട്ട് 3 തരത്തിലുള്ള കൺജങ്ഷൻ ഉണ്ട്. ഒന്ന് കോർഡിനേറ്റിംഗ്, 2 കോറിലേറ്റീവ്, 3 സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. അപ്പം നമുക്കൊരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ നോക്കാം. അത് വളരെ എളുപ്പം. 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസസിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് അവൻ നേരത്തെ വന്നു, അതൊരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് അല്ലേ. ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു മിനിമം 1 സബ്ജക്റ്റും ഒരു വേർബും കാണും. അവൻ എന്ന് പറയുമ്പം സബ്ജക്റ്റ്, വന്നു എന്ന് പറയുമ്പം വേർബ്. അപ്പോൾ അതുപോലെ വേറെ ഒരെണ്ണം, അവൻ പള്ളിയിൽ പോയി. അപ്പോൾ നമുക്ക് പറയണം അവൻ നേരത്തെ വന്നിട്ട് പള്ളിയിൽ പോയി. കണ്ടോ, അവൻ നേരത്തെ വന്നു, അവൻ പള്ളിയിൽ പോയി. അപ്പോൾ അതിനൊരു സുഖമല്ല പറയാൻ. അപ്പോൾ നമുക്കത് ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രമിച്ച് നോക്കാം. ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എളുപ്പമാണ്. ഒരു ആക്രോനെയിം ഉണ്ട്, അതായത് ഒരു ഷോർട്ട് ഫോം ഉണ്ട്. ഈ വിബ്ജിയോർ പറയുന്ന പോലെ ഫാൻ ബോയ്സ്. ഓക്കെ, ഫോർ, ആൻഡ്, ബട്ട്, ഓർ, നോർ, യെറ്റ്, സോ, അതാണ് ഫാൻ ബോയ്സ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് പരിപാടി ചെയ്ത് നോക്കാം. He came early. Second, he went to church. He went to church in Malayalam. പള്ളി പോയി. അവൻ പള്ളിയിൽ പോയി. അവൻ പള്ളിയിൽ പോയി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു ആൻഡ് കൊണ്ടിടാം അല്ലേ. അതൊരു കോർഡിനേറ്റിംഗ് കൺജങ്ഷനാണ്. അവൻ നേരത്തെ വന്നിട്ട് പള്ളിയിൽ പോയി. He came and he went to church. He came and പള്ളി പോയി. He came and he went to church. He came early and he went to church. കണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് ഒരു കോമ വരണം. 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസസിനെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു കോമ വരണം. മനസ്സിലായോ? He came early and he went to church. കണ്ടോ, അതിൻ്റെ ഇടയ്ക്കത്തെ ആ പോസ് കണ്ടോ, കോമ ചെറിയൊരു പോസാണ്. He came early and he went to church. അവൻ നേരത്തെ വന്നിട്ട് പള്ളിയിൽ പോയി. മനസ്സിലായി? അതാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. അല്ലെങ്കിൽ പോയില്ല എന്നിങ്ങനെ പറയാം. He came early but he did not go to church. He did not go to church. പള്ളിയിൽ പോയില്ല. കണ്ടോ, അവൻ നേരത്തെ വന്നിട്ടും പള്ളിയിൽ പോയില്ല. അത് തന്നെ. അപ്പോൾ അല്ലെങ്കിൽ അതുകൊണ്ട് പള്ളിയിൽ പോയി. സോ ചേർക്കാമല്ലോ. He came early so he went to church. ഇല്ലേ? അതെ. അപ്പം അതാണ് കൺജങ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പം ഒരു ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഇതുപോലെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വെച്ച് കുറേ വാക്കുകൾ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ഫോർ, യെറ്റ്, ബട്ട്, ഓർ, സോ. വീണേനെ, ഇപ്പം വീണേനെ. ഷീ വുഡ് ഹാവ് ഫോളൻ. അപ്പോൾ അത് വെച്ച് നമുക്കൊരു ക്ലാസ് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കണം. എങ്ങനെയാണ് വീണേനെ എന്നിങ്ങനെ പറയാൻ പറ്റും ഇല്ലേ? ഐ വുഡ് ഹാവ് ഫോളൻ. ഓക്കെ, ബട്ട് my husband saved you. Okay, so അപ്പോൾ അടുത്ത കൺജങ്ഷനിലേക്ക് നമുക്ക് പോകാം. ഈ റബ്ബർ തോട്ടം കണ്ടോ, എന്ത് രസമെന്നറിയോ?
Rasam. രസമാണ്. Rasamana. What is this? കിളി അലയ്ക്കുന്നു. How do you say in English? I think bird is chirping. Chirping. Okay, great. എനിക്ക് ചായയോ കോഫിയോ താ. Yeah, correct. അപ്പോൾ അതിനാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം either or. Give me either coffee or tea. കണ്ടോ? Yeah. In Malayalam? എനിക്ക് ചായയോ കോഫിയോ താ. Yes. എനിക്ക് ചായയോ കോഫിയോ താ. താ. കണ്ടോ? ഇത് നമ്മൾ രണ്ടായിട്ട് പറഞ്ഞതിന് വരെ ഒന്നായിട്ട് പറഞ്ഞു. ഗിവ് മീ ഈതർ കോഫി ഓർ ടീ. ഈതർ എന്ന് പറയാം, ഐതർ എന്ന് പറയാം. ഓക്കെ, നമുക്കതിൽ പറയണം എനിക്ക് ചായയും വേണ്ട കോഫിയും വേണ്ട. ഇതിൻ്റെ ഓപ്പോസിറ്റ് പറയണം. അപ്പോൾ നമുക്ക് നീതർ ഉപയോഗിക്കാം. നീതർ എന്ന് പറയാം, അല്ലെങ്കിൽ നൈതർ എന്ന് പറയാം. ഗിവ് മീ നീതർ കോഫി നോർ ടീ. എനിക്ക് ചായ വേണ്ട കോഫി വേണ്ട. യെസ്, കറക്റ്റ്. എനിക്ക് ചായയും വേണ്ട, ചായയും വേണ്ട കോഫിയും വേണ്ട. ചായയും വേണ്ട കോഫിയും വേണ്ട. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ ഒത്തിരിയും കൺജങ്ഷൻ ഉണ്ട്. നമുക്ക് വെതർ പറയാം, വെതർ ഓർ. കണ്ടോ? ഐ ഡോണ്ട് നോ വെദർ ഹീ ഈസ് എ ഗുഡ് മാൻ ഓർ നോട്ട്. അപ്പോൾ നമുക്ക് വെദർ ഓർ വരച്ചിട്ട് നമുക്ക് പറയാം. ബോത്ത് ആൻഡ് വെച്ചിട്ട് ഇങ്ങനെ പറയാം, ബോത്ത് ആൻഡ്. ഷീ ഈസ് ബോത്ത് ബ്യൂട്ടിഫുൾ ആൻഡ് ക്രിയേറ്റീവ്. കണ്ടോ? രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അവൾ സൗന്ദര്യമുള്ളവളാണ്, ബുദ്ധിമതിയുമാണ്. ഷീ ഈസ് ബോത്ത് ബ്യൂട്ടിഫുൾ ആൻഡ് ക്രിയേറ്റീവ്. അപ്പോൾ അത്രയും മതിയല്ലോ കോറിലേറ്റീവ് കൺജങ്ഷൻ. What do we call in Malayalam? കാറ്റ്. Kaat. No, kaat. Wind is blowing. കാറ്റടിക്കുന്നു. And the bird also. So happy. Singing. They are singing. Yeah. ലാസ്റ്റ് വൺ. നമുക്കിനിയും സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ അതിൽ ഇത് അടിപൊളി സാധനമാണ്. ഈ സാധനം വെച്ചിട്ടാണ് അടിപൊളിയായിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഭയങ്കര കോംപ്ലക്സ് ആക്കാൻ പറ്റും സെൻറ്റൻസ്. ഓക്കെ, അവൻ നല്ലവനാണെങ്കിലും എല്ലാവരെയും ചീത്ത വിളിക്കും. കണ്ടോ? അപ്പം ഒരു സൈഡിൽ നല്ലവനാണ്, മറ്റേ സൈഡിൽ എല്ലാവരെയും ചീത്ത വിളിക്കും. അപ്പോൾ ഒരു കോൺട്രാസ്റ്റ് ആണത്. അപ്പോൾ അങ്ങനെ എങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റും? അപ്പം നമുക്ക് ഇവിടെ ഉപയോഗിക്കാം ഓൾ ദോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ദോ ഉപയോഗിക്കാം, ഈവൻ ദോ ഉപയോഗിക്കാം. ഇത് മൂന്നും ഒരേ മീനിങ് ആണ്. അപ്പം ഓൾ ദോ ഹീ ഈസ് എ ഗുഡ് പേഴ്സൺ ഹീ അബ്യൂസസ് എവ്രിബഡി. കണ്ടോ? ഓൾദോ ഹീ ഈസ് എ ഗുഡ് പേഴ്സൺ, അവൻ നല്ലവനാണെങ്കിലും ഹീ അബ്യൂസസ് എവ്രിബഡി. മനസ്സിലായി? അതിൻ്റെ ഇടയ്ക്ക് ഒരു കോമ വരും. നമ്മുടെ ഈ കൺജങ്ഷൻ വെച്ചിട്ട് ആ തുടങ്ങുന്നതെങ്കിൽ ഒരു കോമ വരും. ഓൾദോ ഹീ ഈസ് എ ഗുഡ് പേഴ്സൺ ഹീ അബ്യൂസസ് എവ്രിബഡി. അല്ലെങ്കിൽ നമുക്കിനി അടുത്ത് വരണം. അവൻ നേരത്തെ വന്നു, അവന് ബസ് കിട്ടി. ഓക്കെ, അവൻ നേരത്തെ വന്നു, അവന് ബസ് കിട്ടി. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അവൻ നേരത്തെ വന്നു, ഒന്ന് അവന് ബസ് കിട്ടി. അപ്പോൾ നമുക്കത് ഒരുമിച്ചാക്കണം. അതിന് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ നമുക്ക് ബിക്കോസ് ഉപയോഗിക്കാം. ബിക്കോസ് ഹീ കെയിം ഏർലി ഹീ ഗോട്ട് ദ ബസ്. പക്ഷെങ്കിൽ ബിക്കോസ് ഈസ് ബട്ട് ബിക്കോസ് മീൻസ് അതുകൊണ്ട് ബിക്കോസ്. പക്ഷെങ്കിൽ ദാറ്റ് ഇസ് ബട്ട്. ഓൾദോ മീൻസ് എന്നാലും, ഈവൻ ദോ ഹീ ഈസ് എ ഗുഡ്, അവനാണെങ്കിലും. കണ്ടോ? ആണെങ്കിലും ഓക്കെ. പക്ഷേ ബിക്കോസ് എന്ന് പറഞ്ഞാൽ ആ കാരണത്താൽ. ബിക്കോസ് ഹീ കെയിം ഏർലി ഹീ ഗോട്ട് ദ ബസ്. അവൻ നേരത്തെ വന്നത് കൊണ്ട്. ബിക്കോസ് ഹീ കെയിം ലേറ്റ് ഹീ ഡിഡ് നോട്ട് ഗെറ്റ് ദ ബസ്. അങ്ങനെയും പറയാം. അല്ലെ ബിക്കോസ് നമുക്ക് ഇടയ്ക്കിടാം. ഹീ ഡിഡ് നോട്ട് ഗെറ്റ് ദ ബസ് ബിക്കോസ് ഹീ കെയിം ലേറ്റ്. ആ, മനസ്സിലായോ? ഓക്കെ. അടുത്തത്, നീ വീട്ടിലെത്തിയിട്ട് എന്നെ വിളിക്കണേ. ഹൗസ്. വീട്ട്. എത്തിയിട്ട് അവിടെ ഏത് കൺജങ്ഷൻ ഉപയോഗിക്കാൻ പറ്റും? ആഫ്റ്റർ. യെസ്. ആഫ്റ്റർ യു റീച്ച് ഹോം പ്ലീസ് കോൾ മീ. കണ്ടോ? അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം, പ്ലീസ് കോൾ മീ ആഫ്റ്റർ യു റീച്ച് ഹോം. അങ്ങനെ ഇടയ്ക്ക് ആ കൺജങ്ഷൻ വരുമെങ്കിൽ കോമയില്ല. നമുക്ക് ആ സംസാരിക്കുമ്പോൾ തന്നെ അറിയാം. പ്ലീസ് കോൾ മീ ആഫ്റ്റർ യു റീച്ച് ഹോം എന്നല്ല നമ്മൾ പറയുന്നത്. പ്ലീസ് കോൾ മീ ആഫ്റ്റർ യു റീച്ച് ഹോം. പക്ഷെങ്കിൽ കൺജങ്ഷൻ വെച്ച് തുടങ്ങുവാണെങ്കിൽ ആഫ്റ്റർ യു റീച്ച് ഹോം പ്ലീസ് കോൾ മീ. മനസ്സിലായോ?
വേറെ ഏതാണ് എക്സാമ്പിൾ? ഇഫ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നീ നേരത്തെ വന്നാൽ ഞാൻ നിനക്ക് ചിക്കൻ കറി തരാം. Oh, chicken curry kastave. കഷ്ടാവോ? What is that? Kastave or something? കർത്താവേ. I can't know. I mean, like tasty, like something like that. അടിപൊളി. Ah, chicken curry, adiboli. അടിപൊളി. Adiboli. ഓക്കെ, ഇഫ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് പറയാം? ഇഫ് യു കം ഏർലി ഐ വിൽ ഗിവ് യു ചിക്കൻ കറി. ഇഫ് യു കം ഏർലി. കണ്ടോ? Anna. ഇഫ് യു കം Kashkanu. ഇഫ് യു കം ഏർലി ഐ വിൽ ഗിവ് യു ചിക്കൻ കറി. കണ്ടോ? അങ്ങനെയാണ് നമ്മൾ ഇഫ് ഉപയോഗിക്കുന്നത്. നേരെ തിരിച്ചു പറയാം, ഐ വിൽ ഗിവ് യു ചിക്കൻ കറി ഇഫ് യു കം ഏർലി. അവിടെ കോമയില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്, കോറിലേറ്റീവ് കൺജങ്ഷൻ, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ അടിപൊളി സാധനമാണ്. ഇത് പഠിച്ചാൽ Adi venda. Venda ദിസ് ഈസ് നോട്ട് ദാറ്റ് അടി. ദിസ് ഈസ് അടിപൊളി മീൻസ് I know, but I'm just making sure. നൈസ്. Nice. ഐ മീൻ Adiboli. അടിപൊളി. Adipoli. Okay. യെസ്. Adipoli. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പഠിച്ച 3 കാര്യങ്ങൾ നമ്മൾ സമപ്പ് ചെയ്യാം. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ 2 സെൻറ്റൻസുകളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കോർഡിനേറ്റിംഗ് ഉണ്ട്, കോറിലേറ്റീവ് ഉണ്ട്, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉണ്ട്. കോർഡിനേറ്റിംഗ് കൺജങ്ഷനാണ് നമ്മൾ ഫാൻ ബോയ്സ്, ഫോർ ആൻഡ് ബട്ട് ഓർ നോർ യെറ്റ് സോ ഉപയോഗിക്കുന്നത്. ഹി കെയിം ഏർലി ബട്ട് ഹി ഡിഡ് നോട്ട് ഗെറ്റ് ദ ബെസ്റ്റ്. Came early, പക്ഷേ basket ഇല്ല. ബെസ്റ്റ് കിട്ടിയില്ല. രണ്ടാമത്തേത് കോറിലേറ്റീവ് കൺജങ്ഷൻ. അതിൻ്റെ അകത്തിൽ നമ്മൾ 2 പാർട്ട് ഇങ്ങനെ ഒരു സെൻറ്റൻസിലെ തന്നെ കണക്ട് ചെയ്ത് കാണിക്കുന്നു. ഷീ ഈസ് നോട്ട് ഓൺലി ബ്യൂട്ടിഫുൾ ബട്ട് ഓൾസോ she is not only beautiful but also creative. Creative is, what is that in Malayalam? ക്രിയാത്മകത. Oh, kriyamatla. ക്രിയാമതലയൊന്നുമല്ല, ഇത് മുതലയൊന്നുമല്ല. ഓക്കെ, ഷീ ഈസ് ബോത്ത് ബ്യൂട്ടിഫുൾ ആൻഡ് എലിഗൻറ്റ് എന്ന് പറയാം. മനസ്സിലായി? അപ്പം ഒത്തിരിയുമുണ്ട്. അപ്പം അതൊക്കെ നോക്കുക. പിന്നെ അവസാനം വന്നിട്ട് നമുക്ക് കേട്ടല്ലോ, ഗിവ് മീ ഈദർ കോഫി ഓർ ടീ. Give me neither coffee nor tea. I don't know whether he would be there or not. അപ്പം whether, either, or, both, and ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ലാസ്റ്റ് വന്നത് നമ്മൾ പഠിച്ചത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇങ്ങനെയാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സൊക്കെ ഒത്തിരി ഉപയോഗിക്കുന്നതാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. കോൺട്രാസ്റ്റ് കാണിക്കാനും കണക്ഷൻ കാണിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നു. അപ്പം അവൻ അങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണ് കോൺട്രാസ്റ്റ് കാണിക്കുന്നല്ലേ. ഈവൻ ദോ ഹി ബോട്ട് 100 ലോട്ടറി ടിക്കറ്റ്സ് ഹി ഡിഡ് നോട്ട് വിൻ ഈവൻ 1 പ്രൈസ്. കണ്ടോ? ഇങ്ങനെയാണെങ്കിലും can you say എന്നിട്ടും അങ്ങനെയാണെങ്കിലും അങ്ങനെയാണെങ്കിലും അതാണ് ദോ, ഈവൻ ദോ, ഓൾ ദോ. വാട്ട് കഷ്ടം? Because he didn't get a lottery. Yeah, that's an example. Okay. Although, even though, if വെച്ചിട്ട് എന്ന് പറയാൻ പറ്റും. അതൊരു കണ്ടീഷനാണ്. ഇഫ് നീ നേരത്തെ വന്നാൽ ഞാൻ നിനക്ക് ചിക്കൻ കറി തരാം. ഇഫ് യു കം ഏർലി ഐ വിൽ ഗിവ് യു ചിക്കൻ കറി. പിന്നെ വെൻ എവർ, വെയർ എവർ ഒത്തിരിയുണ്ട്. അപ്പം നീ എപ്പോൾ കോന്നി വന്നാലും എന്നെ കാണാൻ മറക്കല്ലേ. വെനെവർ യു കം ടു കോന്നി ഡോണ്ട് ഫോർഗെറ്റ് ടു സീ മീ. കണ്ടോ? ഒരു സിനിമയുടെ ഓർക്കുന്നുണ്ടോ? മോഹൻലാൽ പറയുന്നത്, നീ അവർക്കൊരു പഞ്ച് ലൈൻ വേണമായിരുന്നല്ലോ, പഞ്ച് ലൈൻ. അതിൻ്റെ അതിൽ ഏതാണ് തക്കാളി ഒരു ലെമൺ പിക്കിളിൻ്റെ ഏതോ ഒരു പരസ്യമാണെന്ന് തോന്നുന്നു. നീ എവിടെ പോയാലും ഞാൻ കൂടെ. വേറെവർ യു ഗോ ഐ വിൽ ഫോളോ യു. കണ്ടോ? അതൊരു കൺജങ്ഷനാണ്. വേറെവർ യു ഗോ ഐ വിൽ ഫോളോ യു. അപ്പം ഇതുപോലെ ഒത്തിരിയും കൺജങ്ഷൻ ഉണ്ട്. പഠിക്കുക, ഒരു ഗൂഗിൾ സെർച്ച് ചെയ്യുക. അതൊക്കെ വേണം നമുക്ക് സത്യം പറഞ്ഞാൽ നല്ലതായിട്ട് എഫക്റ്റീവായിട്ട് കാര്യം പറയാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. എൻജോയ് ചെയ്തുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എഴുതുക. അപ്പം നമ്മൾ കൂടുതൽ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ ചെയ്യുന്നതായിരിക്കും. സോ എനിത്തിങ് ടു സേ? ഒന്നുമില്ല. ഓക്കെ, ഒന്നുമില്ല. സുഖമാണോ? സന്തോഷം. സുഖമാണോ? ആർ യു ഹാപ്പി? ഹൗ ആർ യു എന്നൊക്കെ സുഖമാണോ എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം.
എന്തോ ഷെയർ ചെയ്യാം. എല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക. നമുക്ക് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഓൺലൈൻ ഓഫ്ലൈൻ. ടേക്ക് കെയർ. We will see you next time. Bye bye. Bye bye.